അതിനകത്ത് ചില ലിമിറ്റേഷൻ ഉണ്ട്. ഞാനത് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മാഗി നൂഡിൽസ്, അതിനകത്ത് അവർ പരസ്യം കാണിക്കുന്നത് 2 മിനിറ്റിനുള്ളിൽ ഭക്ഷ്യയോഗ്യമാവുന്നതാണ്. മത്സ്യത്തിൽ 2 മിനിറ്റ്, വെറും 2 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. നോർമലി സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുക, ഒരു മെയിൻ ഡിഷ്, സൈഡ് ഡിഷ് അല്ല, ഒരു മെയിൻ ഡിഷ്, ഏതെങ്കിലും ഒരു മെയിൻ ഡിഷ് 2 മിനിറ്റ് കൊണ്ട് കുക്കാവും, ആവില്ല. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത് എന്തോ ഉടായ്പ് ഉണ്ടെന്ന്. അത് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഒരു മെയിൻ ഡിഷ്, ഇപ്പോൾ പപ്പടം നമുക്ക് 2 മിനിറ്റ് കൊണ്ട് കാച്ചെടുക്കാം. ഒരിക്കലും പപ്പടം ഒരു മെയിൻ ഡിഷ് അല്ല. കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന നൂഡിൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡിഷായിട്ട് തന്നെയാണ് നൂഡിൽസ് കൊടുക്കുന്നത്. ഇനി ഈ സാധനം നമുക്ക് നന്നായിട്ട് അറിയാം, ഇത് 2 മിനിറ്റ് കൊണ്ട് വേവുന്നില്ല, 2 മിനിറ്റ് കൊണ്ട് വേവുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ കുക്കിംഗ് അല്ല. ഇപ്പോൾ കുക്കിങ്ങിനെ കുറിച്ച് വളരെ പരമ്പരാഗതമായ രീതിയിലോ അല്ലെങ്കിൽ പുതിയ കുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഭക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോ കുക്കിങ്ങാണ്. എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ദഹിക്കാതെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ ചൈനീസും ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടിട്ട് ടവയിൽ ഒരു സമയത്തിന് പെട്ടെന്നുണ്ടാക്കുന്നതിന് വേണ്ടി ഈ സാധനത്തിന് തീ അടിച്ച് കയറ്റി അതിനകത്ത് കയറ്റി, അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വേവേണ്ട സാധനം, സമയമില്ലാർക്കും 15-20 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് പാകമാകേണ്ട ഒരു സാധനത്തിന് 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് കയറ്റിയെടുക്കുന്നു, ഈ മറ്റത് വെച്ച് പഴിപ്പിക്കും പോലെ. അപ്പം നമുക്ക് മലയാളിക്ക് നന്നായിട്ട് അറിയാം, ഈ മാഗി എന്ന് പറയുന്ന ഒരു സാധനം 2 മിനിറ്റ് കൊണ്ട് ശരിയാകും. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഒരു ഭക്ഷണവും, മെയിൻ കോഴ്സ് ഭക്ഷണം നോർമലി കുക്കാവുകയില്ല. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് കുക്കാവുന്ന സാധനത്തിനകത്ത് എന്തോ സാധനം ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അത് കുഴപ്പമാണെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യുന്ന ദ്രോഹം അതാണ്. എന്നിട്ട് നമ്മളല്ല അത് തിന്നണത്, നമ്മളെ കൊച്ചിനുണ്ടാക്കി കൊടുക്കും. അത് കൊള്ളൂല എന്ന് കാക്കയ്ക്ക് വരെ അറിയാം. കാക്ക +2 ഡിഗ്രി കഴിഞ്ഞ ആളൊന്നും അല്ല. ഈ പറഞ്ഞ തിയറി ഒന്നും കാക്കയ്ക്കും അറിഞ്ഞൂടാ. നേരത്തെ പറഞ്ഞ പോലെ അമേദ്യം പോലും കഴിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക. അപ്പൊ കാക്ക അത് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെക്കാളും എന്ത് മനോഹരമായ രീതിയിലുള്ള തിരിച്ചറിവ് കാക്കയ്ക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഇത് മാറേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ചിന്താഗതി, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മൾ മാറ്റിയെടുത്താലേ ഈ സാധനം നടക്കുകയുള്ളൂ. പല ആളുകൾ ഇത് നമ്മളാണ് കഴിക്കുന്നത് എന്നുള്ള തോന്നൽ പലപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഒരു അസുഖം വരാൻ നേരത്ത് ഞാൻ ഇന്നത് ചെയ്തത് കൊണ്ടാണ് ഇന്നത് വന്നതെന്നുള്ള തിരിച്ചറിവും വരുന്നില്ല. എന്തുകൊണ്ടോ അത് എന്താണെന്ന് അറിയില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അവബോധം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അക്കാഡമിക് ലെവലിൽ സ്കൂളുകളിൽ ഇനി ചെയ്യേണ്ട ഒരു സാധനം, ഈ സ്കൂളുകളിൽ ഈ പറഞ്ഞതുപോലെ ഭക്ഷണം എങ്ങനെ, ആരോഗ്യകരമായ ഭക്ഷണം എന്തായിരിക്കണമെന്ന് സയൻസ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഒരു ഭാഗമെങ്കിലും എല്ലാ ക്ലാസ്സുകളിലും കുട്ടിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട് സെക്കൻഡ് ഹോമാണ് സ്കൂള്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെക്കൻഡ് ഹോമല്ല സ്കൂള്, ഫസ്റ്റ് ഹോമാണ് സ്കൂൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് രക്ഷകർത്താവായ എനിക്ക് പോലും ചിലപ്പോൾ സമയം കിട്ടില്ല കുട്ടിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. കുട്ടിയുടെ ആ സ്ട്രാറ്റജിയിലേക്ക് ഇതുകൂടെ കൊണ്ടുവന്ന് നമ്മുടെ പിള്ളേരെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് കുട്ടികളെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ, കാര്യം പണ്ടത്തിൽ നിന്ന് എത്രയോ മാറി വിദ്യാഭ്യാസത്തിൽ. ഇപ്പോൾ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട എന്തോരം കോഴ്സുകളുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് തന്നെ. ഞാൻ അടുത്ത കാലത്ത് ദ ഫുഡ് ക്രാഫ്റ്റ്സ് ഇന്ത്യ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഞാനൊരു ദിവസം ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ വളരെ തിയററ്റിക്കലായിട്ടാണ് ആ സാധനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കുട്ടിക്ക് പഠിക്കാനുള്ള വിഷയത്തിനകത്തേക്ക് അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത് ചിന്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ഇതിന് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്.